ഹേ ഗൈസ്, 500 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന കുറച്ച് രസകരമായ ഗാഡ്ജറ്റ്സ് ആണ് ഇത് നമ്മുടെ കയ്യിലുള്ളത്. ഈ കുഞ്ഞു കവറിനകത്തിരിക്കുന്ന ഒന്നാമത്തെ ഗാഡ്ജറ്റ് ഉണ്ടല്ലോ, വളരെയധികം ഉപയോഗപ്രദമാവും. നിങ്ങൾ വയർലെസ് മൗസോ കീബോർഡോ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഇത്തരത്തിലൊരു സാധനം വരും. ഇത് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് അല്ലെങ്കിൽ കീബോർഡ് വയർലെസ്ലി കണക്ട് ആവുന്നത്. ഇത് ഏകദേശം അതേപോലത്തെ ഐറ്റം ആണെങ്കിലും ഇവൻ ലേശം കുഴപ്പക്കാരനാണ്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ആ ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കീബോർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മൗസ് അനക്കുന്നുണ്ടോ, ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മോണിറ്റർ ചെയ്തേക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് കുത്തിയ ശേഷം ഈ അടുത്തൊരു ബട്ടൺ കണ്ടോ, ആ ഒരു ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു മൗസ് കുത്തിയതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങളുടെ മൗസ് പോയിന്റർ മെല്ലെ അനങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓൺലൈനാണ് എന്ന് കാണിക്കാനുള്ളൊരു തരികിട പരിപാടി. ഈ ബട്ടൺ ഒരു വട്ടം കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും കാണിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ മൗസ് അനക്കുവാണ്, ക്ലിക്ക് ചെയ്യുവാണ് എന്നൊക്കെ കമ്പ്യൂട്ടറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഗാഡ്ജറ്റാണിത്. ഇത് നിസാര വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഗാഡ്ജറ്റാണ്. പല സെല്ലേഴ്സ് പല പ്രൈസിലായിരിക്കും കൊടുക്കുന്നത്. ഞാൻ എന്തായാലും ഇവിടെ പ്രോഡക്റ്റ് സെക്ഷനിൽ ഓരോ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വില കുറഞ്ഞ സെല്ലർ നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. നിങ്ങളൊരു മാർവൽ ഫാനാണ്, അവഞ്ചേഴ്സ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസറാക്ട് നിങ്ങൾക്ക് അതിൽ അറിയായിരിക്കും. ഈ ടെസറാക്ട് നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് കൂടെയുള്ള ഈ ഒരു USB കേബിൾ എടുത്ത് ചാർജിൽ കുത്തി ഓൺ ആക്കി കഴിഞ്ഞാൽ അകത്ത് ഒരു കറങ്ങുന്ന ലൈറ്റ് ഉണ്ട്. ആൻഡ് റൂം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ കടലിലും പുഴയിലൊക്കെ വെയിലടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക വേവ് പാറ്റേൺ വരില്ലേ, അതേപോലെ ഒരു കടലിലിരിക്കുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് റൂമിനകത്ത് കിട്ടും. ആൻഡ് ഇതിനൊപ്പം നിങ്ങൾക്ക് റിമോട്ടും കൂടെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് പല കളർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റൊട്ടേഷനും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ പല പേരുണ്ട്: റൊട്ടേറ്റിംഗ് ലൈറ്റ്, USB വേവ് ലൈറ്റ്, ഡൈനാമിക് ലൈറ്റ് എന്നൊക്കെ. ഈ ഒരു പ്രൊഡക്റ്റും ഏകദേശം 500 രൂപയ്ക്ക് താഴെ തന്നെയാണ് വരുന്നത്. ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഇത് ഒരു നോർമൽ ബോൾ അല്ല. നിങ്ങൾ ചിലപ്പോൾ തന്നെ ഷോർട്സിൽ കണ്ടു കാണും. ബേസിക്കലി ഈ ഒരു ബോൾ കണ്ടോ, ഇതിനകത്ത് നിങ്ങൾക്ക് വേറൊരു ബോൾ കാണാൻ പറ്റും ഇങ്ങനെ കറങ്ങുന്നത്. അതിൻ്റെ മേത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ആരോ മാർക്കിൻ്റെ അവിടേക്ക് നമ്മൾ ഇങ്ങനെ 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 കറക്കുമ്പോൾ ഈ സാധനം ടൈറ്റ് ആവും. ഏത് അകത്തുള്ള ബോൾ ടൈറ്റ് ആയ ശേഷം നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ബോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറങ്ങുമ്പോൾ ലൈറ്റ് കത്തുന്നില്ലേ, ശേഷം നിങ്ങളുടെ കൈ ഇങ്ങനെ 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 തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സാധനത്തിൻ്റെ സ്പീഡ് കൂടി 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 ഭയങ്കര സ്പീഡ് കൂടുകയും ഈ സ്പീഡ് കൂടുന്നതിനോടൊപ്പം ഇതിൻ്റെ വെയിറ്റ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബേസിക്കലി നല്ല സ്പീഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ ഒന്ന് പിടിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റും റൈറ്റും കാര്യമായിട്ട് ഇങ്ങനെ തള്ളുമ്പോൾ നിങ്ങളുടെ 4 ആംസ് ഭയങ്കരമായിട്ട് പമ്പായ ഫീൽ കിട്ടും. ഇത് 4 ആംസ് വർക്കൗട്ടിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളുടെ 4 ആംസ് ഉരുണ്ട് വരണ്ടിരിക്കും എന്നൊക്കെ വിചാരിക്കേണ്ട. ഇതൊരു വർക്കൗട്ട് റീപ്ലേസ്മെന്റ് അല്ല. നിങ്ങൾ നോർമലി വർക്കൗട്ട് ചെയ്യേണ്ട ഒരു വർക്കൗട്ട് തന്നെ ചെയ്യണം. ഇത് ഇപ്പോൾ നിങ്ങൾ സെഡൻഡറി ആയിട്ടുള്ള ലൈഫാണ്, എപ്പോഴും ഓഫീസിൽ തന്നെ ഇരിക്കുന്നതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ചൊരു ആക്ടിവിറ്റി എന്നുള്ള രീതിക്ക് ഈ ഒരു ബോളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ 4 ആംസ് കുറച്ച് വർക്കൗട്ട് ചെയ്ത് ആക്റ്റീവായിട്ട് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പേരാണ് ജൈറോ ബോൾ. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഗൈറോ ബോൾ എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും അത് തിരുത്തിയായിരുന്നു. യെസ്, ജൈറോ എന്ന് പറയുന്നത് ജൈറോ ബോളാണ്. ഇത് പല ബ്രാൻഡിൻ്റെ പല വിലയ്ക്കുള്ളതുണ്ട്. ഞാൻ മേടിച്ചത് ഓൾമോസ്റ്റ് 300 റുപ്പീസിനാണ്. എന്തായാലും പ്രൊഡക്റ്റിൻ്റെ അവിടെ ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം, ചെക്ക് ചെയ്യാം. അടുത്ത സംഭവം എന്താ, ഈ കാണുന്ന ലൂപ്പാണ്. ഇതിൻ്റെ പേരെന്താണ് എന്ന് എനിക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലായിരുന്നു. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പേര് കിട്ടിയത്. ദിസ് ഇസ് കോൾഡ് കാരബീനർ. ഈ കാരബീനർ എന്ന് പറയുന്നത് ഒന്നുമല്ല, ഒരു ഹുക്കാണ്. പക്ഷെ ഒരു മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഹുക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സിൽവർ സാധനം കണ്ടോ, ഈ ഒരു സിലിണ്ടർ, അത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൂസ് ആവും. ശേഷം നിങ്ങൾക്ക് ഇത് അമർത്തിയിട്ട് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊളുത്താൻ പറ്റും. ഇത് കൊളുത്തിയ ശേഷം തിരിച്ച് ഇത് കറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഊരിപ്പോരില്ല. സോ നിങ്ങളൊരു ക്യാമ്പിംഗ് ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടോ ചെയ്യണം, എന്തെങ്കിലും വലിച്ചുകൊണ്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാരബീനർ മേടിച്ച് നിങ്ങളുടെ കാറിൻ്റെ ഡിക്കിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പിംഗ് ബാഗിലേക്കോ ബാഗിൽ ചുമ്മാ കൊളുത്തിയിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗം വന്നേക്കാം. അതിനിത് വളരെ ഹെവി ഡ്യൂട്ടിയാണ്. ഇതിനകത്ത് എത്ര കിലോ വരെയും എടുക്കാൻ പറ്റും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോ വരെയും ഇതിന് യാതൊരു പ്രശ്നവും വരില്ല. ഞാനിത് പലപ്പോഴും ഈ പെയിൻ്റൊക്കെ അടിക്കാൻ പോകുന്നവർ ഈ ഭിത്തിയിലൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് വരെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് വലിയ എമൗണ്ട് ഒന്നുമില്ല, ഏകദേശം ഒരു 200 to 300 റുപ്പീസിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആവും. അടുത്തത് ഈ കാണുന്ന ഒരു റൗണ്ട് സിലിണ്ടറാണ്. ഇതെന്താണെന്നല്ലേ, ഇതിൻ്റെ ഈ ഫ്ലാറ്റ് ഭാഗം മാഗ്നറ്റിക് ആണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പുറകിൽ മാഗ്നറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ കേസിൽ മാഗ്നറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നല്ല ഹാർഡായിട്ട് ഒട്ടി നിൽക്കും. ഇനി ഫോണിലോ കേസിലോ ആ മാഗ്നറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഉള്ളതാണ്. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ പുറകിൽ ഒട്ടിച്ച ശേഷം ഇത് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും ഒരു മാഗ്നറ്റിക് മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇനി ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഓൺ ഓഫ് ബട്ടൺ കാണാനായിട്ട് പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച ശേഷം ഇത് ഓണിലേക്ക്
ഓണിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് അവിടെ നിന്ന് അനങ്ങുന്നതായിരിക്കില്ല, വളരെ നല്ല രീതിയിൽ സക്ക് ചെയ്ത് അവിടെ ഇരിക്കും. ഇത് അവിടെ നിന്ന് വിടിയിക്കണമെങ്കിൽ ഇത് ഓഫിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സക്ഷൻ പോവുകയും ഇത് വിടിയിച്ചെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഇത് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഒരു അലൻ കീയും കൂടെ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. ഇനി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് കമൻറ്റുകൾ വന്നു, ഇതല്ലേ കാർത്തിക് സൂര്യനെ തേച്ച സാധനം. എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് കാർത്തിക് സൂര്യ എന്തോ ഇതേപോലെ സാധനം ഉപയോഗിക്കുകയും വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് ഇത് ഒട്ടുന്നില്ല എന്നുള്ള. ബേസിക്കലി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സർഫസുകളാണ് ഏറ്റവും പ്രോപ്പറായിട്ട് ഒട്ടുന്നത്. ഇനി കാറിൻ്റെയൊക്കെ ഡാഷ്ബോർഡിലൊക്കെ വെച്ച് ഉപയോഗിക്കാനാണ് പ്ലാനെങ്കിൽ കാറിൻ്റെ ഡാഷ്ബോർഡ് അത്ര സ്മൂത്ത് അല്ല, അത്ര ഫ്ലാറ്റ് അല്ല. അതുകൊണ്ട് ചിലപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ വിട്ടുപോരാം. അല്ലെങ്കിൽ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ലപോലെ നിൽക്കും. ഇത് ഗ്ലാസ് സർഫസുകൾ, സെറാമിക് സർഫസുകൾ, സ്മൂത്ത് സർഫസുകൾ, ടൈൽസ് ഇതിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ ഇത് വിട്ടു വരില്ല. അല്ലാതെ വുഡൻ സർഫസുകളിലോ ചുമരോ അധികം കോസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ തൊട്ടിക്കുന്നതെങ്കിൽ വീഴാനുള്ള ചാൻസുകളുണ്ട്. ഇതും ഏകദേശം 500 രൂപയ്ക്ക് താഴെ വരുന്നൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഉള്ളത് പോട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ഇവിടെ മോട്ടോറോള എന്ന് എഴുതി കാണും. കാരണം ഇത് മോട്ടോറോളയുടെ ഒരു ഗിഫ്റ്റ് ബോക്സിൽ വന്നൊരു സാധനമാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക. ആൻഡ് ആ വീഡിയോയുടെ താഴെ കുറേ ആൾക്കാർ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന് എന്തും പ്രൊമോട്ട് ചെയ്യും എന്നുള്ള രീതിക്കൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതിന് ക്യോസിന് കിട്ടിയ സാധനമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം. ഇത് വാങ്ങിക്കോ വേണ്ട, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് ഫൈനലി ഇതാ ഈ ഒരു പ്ലഗ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ എക്സ്റ്റൻഷൻ ബോക്സുകൾ ഉപയോഗിക്കാറുണ്ട് പല കാര്യത്തിൽ. ഇപ്പോൾ സ്റ്റുഡിയോ തന്നെ ഇഷ്ടംപോലെ എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലുമായിട്ട് നിങ്ങൾക്ക് 3 3-പിൻ പ്ലഗുകൾ കാണാനായിട്ട് പറ്റും. ബാക്കിലായിട്ട് ഫ്യൂസും കൊടുത്തിട്ടുണ്ട്. 5 ആംപിയർ 250 വോൾട്ട് ആണ് ഇതിൻ്റെ റേറ്റിംഗ്. ഇത് നിങ്ങൾ പ്ലഗിലേക്ക് കുത്തിയ ശേഷം ഫ്രണ്ടിൽ നിങ്ങൾക്ക് 3 സ്വിച്ചുകൾ കാണാം. ഇനി ഓരോ സ്വിച്ചിൻ്റെയും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ആരോ ലെഫ്റ്റിലേക്കാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ള പ്ലഗ് മാത്രം ഓണാകും. ഇത് മുകളിലേക്കാണ്, അപ്പോൾ മുകളിലുള്ള പ്ലഗ്. ഇനി ഇത് റൈറ്റിലേക്കാണ്, റൈറ്റിലുള്ള പ്ലഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ പ്ലഗിൻ്റെയും സ്വിച്ച് ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. ഇനി ഇതിന് എത്ര ലോഡ് താങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫോൺ ചാർജ് ചെയ്യുവാണ്, ലാപ്ടോപ്പ് കുത്തിയിട്ടുണ്ട്, മോണിറ്റർ കുത്തിയിട്ടുണ്ട്, നോട്ട് ആൻ ഇഷ്യൂ. ഇത് 5 ആംപിയർ 250 വോൾട്ട് ആയതുകൊണ്ട് ഏകദേശം 1600 വാട്ടിന് മേളിലൊക്കെ നിങ്ങൾക്ക് ഇതിന് കുത്താം, യാതൊരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ 2 അയൺ ബോക്സ് അല്ലെങ്കിൽ 3 അയൺ ബോക്സ് അല്ലെങ്കിൽ ഒരു അയൺ ബോക്സ്, ഒരു ഇൻഡക്ഷൻ കുക്കർ, ഒരു കെറ്റിൽ ഇത്തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ് കുത്തുന്നതെങ്കിൽ അതിന് നിങ്ങൾ 3-പിൻ ഒന്നും ഉപയോഗിക്കരുത്. ഡയറക്റ്റ് ആ ഒരു പവർ സോക്കറ്റിൽ മാത്രമേ കുത്താവുള്ളൂ. അല്ലാതെ നോർമലി നിങ്ങളുടെ വീട്ടിലുള്ള ടിവിയോ മോണിറ്ററോ ലാപ്ടോപ്പോ ചാർജറോ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കുത്താനായിട്ട് യാതൊരു കുഴപ്പമില്ല. ബാക്കിൽ 13 ആംപിയറിൻ്റെ ഫ്യൂസ് ആണ് കൊടുത്തേക്കുന്നത്. 13 ആംപിയറിൻ്റെ ഫ്യൂസ് എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം 5 ആംപിയർ ആണ് ഇത് റേറ്റഡ്. 13 ആംപിയർ ഈസ് വേ ടു ഹൈ. അത്രയും വേണ്ട, അത്രയും വലിയ ഫ്യൂസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫ്യൂസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള ഫ്യൂസ് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടും വയ്ക്കാൻ പറ്റും. സോ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വെറൈറ്റി ഗാഡ്ജറ്റുകളുടെ വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റ് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.